സോ ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം എനർജറ്റിക് ആയിട്ടും പവർഫുള്ളായിട്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്കറിയാമായിരുന്നു ഞാൻ കുറേ നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല, കാരണം എനിക്ക് വേറൊരു ഐഡിയാസും കിട്ടിയില്ലായിരുന്നു. ബട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. സാധാരണ ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുള്ളത് ഗെയിം പ്ലേസ്, പിന്നെ ഓഫ്ലൈൻ ഗെയിംസ്, ഓൺലൈൻ ഗെയിംസ്, അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എങ്ങനൊരു ഗെയിം നമുക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്ത് പഠിക്കാം, അതായത് കോഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട്. കാരണം ഗൈസ്, ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. മൈക്ക് എന്ന് പറയുമ്പോൾ വലിയ വില കൂടിയ മൈക്കൊന്നുമല്ല, ഒരു 200-300 റുപ്പീസിൻ്റെ മൈക്കാണ്. ഈ മൈക്കിൻ്റെ ആമസോണിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതി വാങ്ങാനാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 200 അല്ലെങ്കിൽ 300 ഒരു മൈക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ മൈക്ക് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെഡ്സെറ്റ് പ്ലഗ് ചെയ്യുന്ന ആ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മൈക്ക് പ്ലഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോഴും പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴും നല്ല ക്ലാരിറ്റി സൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ആ കോഡിങ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഗെയിമിൻ്റെ ഗെയിമല്ല, ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഈ ആപ്പിൻ്റെ പേര് സ്ക്രാച്ച് ജൂനിയർ എന്നാണ്. ഈ ജൂനിയർ എന്ന് പറയാനുള്ള കാര്യം, ഇത് ഞാൻ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ വല്ല ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സാധാ സ്ക്രാച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിന് ഈ സ്ക്രാച്ച് ജൂനിയറിനെക്കാട്ടി മോർ ഫെസിലിറ്റീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊരു ബേസിക് അതിൻ്റെ ഒരു ബേസിക്സ് ഞാൻ പറയാം. പിന്നെ ഗൈസ്, ഇതിനെ ഒരു ആക്ച്വൽ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ഞാൻ സെക്കൻഡ് പാർട്ട് ഇടുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്കൊരു ഹോം ബട്ടൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രൊജക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഗൈസ്, ഞാൻ 2 പ്രൊജക്ട്സ് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്ട്സ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് സ്ക്രാച്ചിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ക്യാരക്ടറിനെ മൂവ് ചെയ്യാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കുറേ മൂവിങ് ബട്ടൺസ്, സ്റ്റോപ്പിംഗ് ബട്ടൺസ്, സൗണ്ട് ബട്ടൺസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഗൈസ്, നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഏറ്റവും ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് ഒരു സീനറിയുടെ പിക്ചർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനകത്ത് ആകെ ഉള്ള കുറേ ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് പാർക്ക് എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയാണ് കാണാൻ. അതിനുശേഷം ഗൈസ്, നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിൽ ഒരു ടിക്ക് മാർക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് വരും. അതിനുശേഷം നമുക്ക് ക്യാരക്ടറിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ തന്നെ ഗൈസ്, ഫസ്റ്റ് ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കുറേ ക്യാരക്ടേഴ്സ്, ഇതിനകത്തുള്ള കുറേ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഒരു ചൈൽഡ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് എടുക്കാം. ഇപ്പോൾ തന്നെ എനിക്ക് ഈ ചൈൽഡിനെ ഇഷ്ടമായില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ്, നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് ഡ്രോ ചെയ്യാം, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ഡ്രോ ചെയ്യാം. അതൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ജസ്റ്റ് വേറൊരു ക്യാരക്ടറിന് എടുക്കാം. ഞാനിപ്പോൾ സീബ്രയാണ് എടുക്കുന്നത്. നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് സീബ്രയെ കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ക്യാറ്റ്, നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാം.
അപ്പോൾ ഗൈസ് ഈ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കുറേ ബട്ടൺസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്കൊരു ആരോ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ആരോസിൻ്റെ ബട്ടൺസ് കാണാൻ സാധിക്കും. ഈ ആരോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവിങ് ബട്ടൺസ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാണുന്ന ബട്ടൺ എടുത്തതിന് ശേഷം താഴെ കാണുന്ന ഈ ക്യാരക്ടറിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊണ്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ഗൈസ് അതിനുശേഷം നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർ ഫ്രണ്ടോട്ട് പോകാനായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിത് മൾട്ടിപ്പിൾ ടൈംസ് വയ്ക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 3 ടൈംസ് വെച്ചു, അതിനുശേഷം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ബ്ലോക്ക് വെച്ച് തന്നെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പേഴ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ കേസ് ഞാൻ 9 കൊടുത്തു. അതിനുശേഷം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ 9 ടൈംസ് ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അതായത് ഇതുപോലെ. അപ്പം അതിനുശേഷം നമുക്ക് ബാക്ക് ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് ബട്ടണിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ 9 ടൈംസ് ഫ്രണ്ടിലേക്ക് പോയതിനു ശേഷം ബാക്കിലോട്ട് വരുന്നതാണ്. പിന്നെ കേസ് നമുക്കൊരു ജമ്പ് ബട്ടൺ കാണാൻ സാധിക്കും. അതുകൂടെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകും, അതിനുശേഷം ബാക്കിലേക്ക് വരും, എന്നിട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മുടെ മൂവിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കേസ് നമുക്ക് വേണമെങ്കിൽ ഡൗൺ ബട്ടൺ ഉണ്ട്. അങ്ങനെ അതിനുശേഷം അത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് നേരെ പോകും, അതിനുശേഷം തിരിച്ചു വരും, ജമ്പ് ചെയ്യും, പിന്നെ താഴേക്ക് ജമ്പ് ചെയ്യും. അതിനുശേഷം കഴിച്ച് നമുക്ക് പിന്നെ കുറേ ടേണിംഗ് ബട്ടൺസ് കാണാൻ സാധിക്കും. അപ്പോൾ 2 ടേണിംഗ് ബട്ടൺസ് ഉണ്ട്. ഈ ടേണിംഗ് ബട്ടൺസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ സൈഡ് ജമ്പ് ചെയ്യാനാണ് ഗൈസ് ഈ ടേണിംഗ് ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൈസ് ഈ ബട്ടൺ എന്ന് പറയുമ്പോൾ ഹോപ്പ് എന്ന് പറയുന്ന ബട്ടണാണ്. ഈ ബട്ടൺ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ നമ്മൾ അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് ഇതെന്ന് പറയുമ്പോൾ ഹോം ബട്ടണാണ്. അതായത് ഗൈസ് ഗോ ഹോം എന്ന് പറഞ്ഞ ബട്ടണാണ്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ക്യാരക്ടറിനെ എവിടെയാണോ വെച്ച് നമ്മുടെ ഈ കമാൻഡ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ച് വരുന്നതാണ് ഈ ഹോം ബട്ടൺ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കമാൻഡ് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് വെച്ച് കൊടുക്കുകയാണ്. ഗൈസ് അതിന് ശേഷം ഗൈസ് അല്ലെങ്കിൽ നമുക്ക് ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് മടുത്തെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ബട്ടൺസിൻ്റെ ഓപ്ഷനിൽ ഒരു യെല്ലോ കളർ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണെ ഒരു ഹാൻഡ് വെച്ച് ടച്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ ബട്ടൺ നമ്മൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ള ബട്ടൺസ് എല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക, ലൈക്ക് ദിസ്. അങ്ങനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഗൈസ് ജസ്റ്റ് വെയിറ്റ്. ഗൈസ് അങ്ങനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്യാരക്ടറിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന കമാൻഡ് കറക്റ്റായിട്ടുള്ള രീതിയിൽ വർക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് പിന്നെ കുറേ സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഗൈസ് നിങ്ങൾക്കൊരു ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് പർപ്പിൾ കളർ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കാം. ഇപ്പോൾ തന്നെ ഗൈസ് നിങ്ങൾ ഒരു ബ്ലാങ്കിൽ ഹായ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് വേണമെങ്കിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ ഹായ് എന്നാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഹലോ ഫ്രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഹലോ ഫ്രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഗൈസ് ഞാൻ ഹലോ ഫ്രണ്ട് അങ്ങനെ ഞാൻ ഹലോ ഫ്രണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു സൈഡിൽ ഹലോ ഫ്രണ്ട് എന്ന് എഴുതി കാണിക്കുന്നതാണ്. മാത്രമല്ല ഗൈസ് ഈ ഒരു ടച്ചിങ് ബട്ടൺ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ടച്ചിങ് ബട്ടൺ അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ കമാൻഡ് വർക്കാവുന്ന ആ ബട്ടൺ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഹലോ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ ഹലോ ഫ്രണ്ട് എന്ന് എഴുതി കാണിക്കുന്നതാണ്, ലൈക്ക് ദിസ് ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ വേറൊരു ഓപ്ഷൻ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഒരു
റിപ്പീറ്റ് ബട്ടൺ പോലെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഓറഞ്ച് കളർ ബട്ടൺ സൈഡിലെ ഓറഞ്ച് കളർ ബട്ടണിൽ നിങ്ങൾക്ക് 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഈ ഹലോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ വരുന്നത് അത് നമുക്ക് ഈ ബട്ടൻ്റെ ഈ ബട്ടൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ 2 ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ ഫ്രണ്ട് 2 പ്രാവശ്യം കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഈ റിപ്പീറ്റ് ബട്ടണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് ഈ ബാക്കിയുള്ള ബട്ടൺസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഗൈസ് നിങ്ങൾക്കൊരു സൗണ്ട് ബട്ടൺ പോലെ കാണാൻ സാധിക്കും. ആ സൗണ്ട് ബട്ടണിൽ 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് പോപ്പ് എന്ന് എഴുതി കാണിക്കുന്നതും ഒന്ന് റെക്കോർഡ് വോയിസുമാണ്. ഈ റെക്കോർഡ് വോയിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ക്യാരക്ടറിന് കൊടുക്കാവുന്നതാണ്. ആ ക്യാരക്ടർ ആ വോയിസ് അനുസരിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ പോപ്പ് ബട്ടൺ ഈ റിപ്പീറ്റ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാരക്ടർ ഫസ്റ്റ് പോപ്പ് എന്നൊരു സൗണ്ട് മേക്ക് ചെയ്തതിന് ശേഷം ഹലോ കാണിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട് എന്ന് കാണിക്കുന്നതാണ്. അതായത് ഈ പോപ്പ് ഈ സൗണ്ട് 2 വട്ടം ക്യാരക്ടർ മേക്ക് ചെയ്യും. അതിനുശേഷം ഈ ഹലോയും 2 വട്ടം മേക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഗൈസ് ഈ റിപ്പീറ്റഡ് ബട്ടൺസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ബേസിക് ബട്ടൺസ്. നിങ്ങൾ ഇതിനകത്തൊരു ഗെയിം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ബട്ടൺസ് എന്ന് പറയുന്നതാണ്. പിന്നെ ഗൈസ് നിങ്ങൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്യാരക്ടർ ചേഞ്ച് കാണിക്കും. അപ്പോൾ നമ്മൾ സീബ്ര ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീബ്രയ്ക്കും ഇതേപോലത്തെ കുറേ കമാൻഡ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് ഒരു ഫൺ ഗെയിം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബേസിക് ബട്ടൺസിനെ കുറിച്ചാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഇത് വെച്ച് ഈ ആപ്പ് വെച്ച് തന്നെ നല്ലൊരു ബെസ്റ്റ് ഗെയിം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാത്രമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഞാൻ 2 പ്രൊജക്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ആ 2 പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഗൈസ് നമുക്ക് വേറൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.